കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊതുപ്രവർത്തകരല്ലേ ഞാൻ പോയിട്ട് BJP ചേരുക കേരളത്തിൽ? അയ്യയ്യ വൃത്തികെട്ട ഇങ്ങനെ കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ ഇത് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി പറഞ്ഞുകൂടെ? ഞാൻ പറയാൻ അങ്ങനെ വോട്ടെല്ലാം പെട്ടിയിലായെങ്കിലും കുപ്പിയിലെ ഭൂതങ്ങൾ ഓരോന്നായി പുറത്തു വരാൻ തുടങ്ങിയിട്ടുണ്ട്. മനസ്സിലായില്ല അല്ലേ? മറിഞ്ഞിരുന്ന പല കഥകളും പുറത്തു വരാൻ തുടങ്ങിയിട്ടുണ്ടെന്നർത്ഥം. 2 ദിവസമായി താഴെ ഇറങ്ങാൻ സമയമില്ലാതെ ആകാശത്ത് തന്നെ നിൽക്കുകയാണ് നമ്മുടെ സഖാക്കന്മാരെല്ലാം. ഒരു വശത്ത് വെറുതെ പോയി ആനവണ്ടിക്കാരനെ തടഞ്ഞു നിർത്തി സ്റ്റാർ ആകാൻ നോക്കി ചീപ്പ് ഷോയായി ഒടുവിൽ ശശിയാകേണ്ടി വന്ന മേയർ. മറുഭാഗത്ത് വെറും ഒരു ചായ കുടിച്ചതിൻ്റെ പേരിൽ എയറിലായ നമ്മുടെ EP. കിട്ടിയ അവസരം മുതലാക്കി ഇനി ഒരു കലക്ക് കലക്കാമെന്ന് പറഞ്ഞു തന്ന നമ്മുടെ VD സതീശനാകട്ടെ മനസ്സിലായത് ഇനിയും തൻ്റെ പാർട്ടിയിലെ നേതാക്കൾ കൊഴിഞ്ഞു പോകാനുണ്ടെന്ന നഗ്ന സത്യവും. സത്യങ്ങൾ പലതും വിളിച്ചു പറഞ്ഞ സ്റ്റാറായ ശോഭ ചേച്ചിയാകട്ടെ ദല്ലാൽ പറഞ്ഞ ചില കാര്യങ്ങൾക്ക് ആ 10 ലക്ഷം രൂപയുടെ കാര്യത്തിൽ മാത്രം വലിയ പ്രതികരണമൊന്നുമില്ല. കടക്കപ്പുറത്ത് പറഞ്ഞ സ്റ്റാറായ മുഖ്യനാണെങ്കിലോ ഇത്തവണ EPക്കും വാണിംഗ് നൽകിയെന്നാ കേട്ടത്. എന്തായാലും വാർത്തകൾക്ക് നമുക്കൊരു പഞ്ഞവും ഇല്ല. വാഹനം ഓവർടേക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ട് KSRTC ഡ്രൈവറുമായുണ്ടായ തർക്കം പുതിയ തലത്തിലേക്ക് നീങ്ങുകയാണ്. ഇതിനിടെ മേയറുടെ വാദം പൊളിയുന്ന CCTV ദൃശ്യങ്ങളും പുറത്തു വന്നു. ശനിയാഴ്ച രാത്രി 10:30 സെക്രട്ടേറിയറ്റിന് ഏതാനും മീറ്റർ മുമ്പുള്ള പാളയം സാഫല്യം കോംപ്ലക്സിന് മുന്നിൽ മേയറും സംഘവും കാർ കുറുകെയിട്ട് ബസിന്റെ ട്രിപ്പ് മുടക്കിയെന്നായിരുന്നു ഡ്രൈവർ യദുവിന്റെ പരാതി. എന്നാൽ ഇന്ന് മാധ്യമങ്ങളെ കണ്ട മേയർ ആര്യ രാജേന്ദ്രൻ ഇതെല്ലാം നിഷേധിച്ചു. നടന്ന കാര്യങ്ങൾ നിഷേധിക്കുന്നത് ഞങ്ങൾക്കൊരു പുത്തരിയല്ലല്ലോ എന്ന ആറ്റിറ്റ്യൂഡാണ് നമ്മുടെ മേയർക്ക്. കാത്തുനിന്ന് ശീലമില്ലാത്ത നമ്മുടെ തിരുവനന്തപുരം മേയറും KSRTC ഡ്രൈവറുമായുള്ള നടു റോഡിലെ തർക്കത്തിലെ വാദങ്ങളെല്ലാം പൊളിഞ്ഞ് ചമ്മി നാറിയ അവസ്ഥയിലാണിപ്പോൾ. ചിന്താ ജെറോമിന് ശേഷം കമന്റോളുകൾക്ക് ട്രോൾ ഉണ്ടാക്കാനായി സ്വയം ഒരു സംഭവം ക്രിയേറ്റ് ചെയ്തതാണെന്ന് വേണമെങ്കിൽ പറയാം. അല്ല മേയറെ, സത്യത്തിൽ അന്ന് എന്തായിരുന്നു നടന്നത്? വാഹനം തടഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ആ വാഹനത്തെ ചേസ് ചെയ്യുകയും വാഹനം ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിന് മുന്നിലെത്തി ബലാത്കാരമായി അതിനെ തടഞ്ഞു വെക്കുമ്പോഴാണ് അത് തടഞ്ഞതാകുന്നത്. സാഫല്യം കോംപ്ലക്സിന് മുന്നിലുണ്ടായിരുന്ന സിഗ്നൽ റെഡ് സിഗ്നൽ ആയിരുന്നു. എല്ലാ വാഹനങ്ങളും അവിടെ നിർത്തിയിട്ടിരുന്ന സമയത്ത് ഞങ്ങളുടെ വാഹനവും ഞങ്ങൾ നിർത്തി അദ്ദേഹത്തോട് സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടായി. ബസ്സിന് കുറുകെയല്ല കാർ കിടക്കുന്നത്, അത് സിഗ്നലാണ്. സിഗ്നലിൽ ആ ബസ്സിന് മുന്നിലേക്ക് വാഹനം പാർക്ക് ചെയ്യുകയും ഞങ്ങൾ ഇറങ്ങിയതിനു ശേഷം വാഹനം മാറ്റിയിടുകയുമാണ് ചെയ്തത്. അല്ല, ആ വാഹനത്തിന്റെ ദൃശ്യങ്ങൾ നിങ്ങൾ പരിശോധിക്കുക. അവിടെയൊക്കെ CCTV ഉള്ളതാണ്. നിങ്ങൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾക്ക് പോലീസുമായി ബന്ധപ്പെട്ട ആ വിഷ്വൽസ് പരിശോധിക്കാം. അല്ല, ഇത്ര കോൺഫിഡൻസോടെ അതും നമ്മുടെ ജനപ്രതിനിധിയായ മേയർ പറയുമ്പോൾ വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഞങ്ങൾ അതങ്ങ് വിശ്വസിച്ചു. പിന്നെ ആ ഡ്രൈവറോട് വളരെ മാന്യമായി തന്നെ ചോദ്യം ചെയ്ത കാര്യത്തെപ്പറ്റി ആ ഡ്രൈവർ പറയുന്നത് കേട്ടായിരുന്നു കേട്ടോ. അവർ കയർത്ത് സംസാരിച്ച് എൻ്റെ കയ്യിലൊക്കെ പിടിച്ച് വലിച്ചു. ആ വീഡിയോ ഒന്നും ഇല്ല, അതിനുശേഷം ആരോ വന്ന് വീഡിയോ എടുത്തതാണ്. കയ്യിലൊക്കെ പിടിച്ച് വലിച്ച് വെളിയിലോട്ട് ഇറങ്ങാനൊക്കെ നിർബന്ധിച്ച് ഡോറൊക്കെ വലിച്ച് അവരാണ് തുറന്നിട്ടത്. അപ്പോൾ അങ്ങനെ ഇറങ്ങിയില്ല. പോലീസ് വന്നല്ലാതെ ഞാൻ വണ്ടി എടുത്ത് മാറ്റിയില്ല. പോലീസ് വന്നപ്പോൾ സൈഡിലോട്ട് എടുത്ത് മാറ്റിയിടാൻ പറഞ്ഞു. പോലീസ് അപ്പോൾ തന്നെ എന്നെ ജീപ്പിൽ കയറ്റി കൊണ്ടുപോയി. നേരെ ജനറൽ ഹോസ്പിറ്റലിൽ പോയി മെഡിക്കൽ എടുക്കാൻ വേണ്ടി മെഡിക്കൽ എടുത്തു. നേരെ സ്റ്റേഷനിൽ കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഇവർ എന്നെ ആ സമയം തൊട്ട് ആ കസാര ഇരുത്തി അവിടെ ഒപ്പിടും ഇവിടെ ഒപ്പിടുന്നു പറഞ്ഞ് അവിടെ എവിടെയൊക്കെ ഒപ്പിട്ട് കൊടുത്തു. പിന്നെ കേസെടുക്കുകയാണ്. എൻ്റെ 345 എന്തോ സെക്ഷൻ ചേർത്താണ് കേസ് A. അപ്പോൾ ഞാൻ അത് നെറ്റിലടിച്ചു നോക്കിയപ്പോൾ ഈ പെണ്ണുങ്ങളടുത്ത് അപമര്യാദയെ പെരുമാറുക, എന്തോ ലൈംഗിക ചേഷ്ടയോട് അങ്ങനെയൊക്കെ എഴുതിയിരിക്കുന്നു. അപ്പോൾ ഞാൻ അത് എന്താണ് സാറേ അങ്ങനെ എഴുതിയിരിക്കുന്നത്? ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അത് ഒന്നി നീ മുഖ്യമന്ത്രിയായിരിക്കണം, അല്ലെങ്കിൽ നീ പ്രധാനമന്ത്രിയായിരിക്കണം, നീ അവരെക്കാട്ടി ഒരു പടി മുന്നിലായിരിക്കണം. അവരെ ഈഗോ ക്ലാഷ് ആണെന്ന് എൻ്റെ അടുത്ത് പറയുകയും ചെയ്തു. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, എന്തായാലും ഞാൻ ഇത് ഏതറ്റം വേണവരാണോ പോകും, ജോലി എൻ്റെ അത് പോയെന്നുള്ള ഉറപ്പായി. തിരുവനന്തപുരത്തെ തിരക്കിലൂടെ തിരക്കിട്ട് സൈഡ് കൊടുക്കാതെ രാത്രി വണ്ടി ഓടിക്കുന്ന KSRTC ഡ്രൈവർ ലൈംഗിക ചേഷ്ട കാണിച്ചു. അതും ആ ഇരുട്ടത്ത് മേയർ കാണുകയും ചെയ്തു. അപ്പോൾ പിന്നെ കേസ് കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ കേസൊക്കെ ആയ സ്ഥിതിക്ക് ഇനി ആ CCTV വിഷ്വൽ ഒന്ന് പരിശോധിക്കാമല്ലോ, അല്ലേ? സാഫല്യം കോംപ്ലക്സിന് മുന്നിലെ സിഗ്നലിൽ കാർ ബസ്സിന് കുറുകെ ഇട്ടിരിക്കുന്നു, അതും സീബ്ര ലൈനിൽ. മേയറുടെ വാഹനം കുറുകെ ഇട്ടിരുന്നില്ലെന്ന് ആദ്യം വാദിച്ച പോലീസും വെട്ടില്ല. ചേട്ടാ ആ വീഡിയോ ഉണ്ട് ചേട്ടാ. ആ സാഫല്യത്തിന്റെ ഫ്രണ്ടിൽ ആ സീബ്ര ക്രോസിന് കാർ ഇങ്ങനെ ക്രോസിന് ഇട്ടേക്കുന്നത് റെഡ് സിഗ്നലാണ് കിടന്നതെന്ന് പറഞ്ഞു. ആ വീഡിയോയിൽ പോലും ഗ്രീൻ സിഗ്നലിൽ കിടക്കുന്നത് കാണാം. വളരെ കോൺഫിഡന്റ് ആയി റെഡ് സിഗ്നലാണ് കാറ് കുറുകെ അല്ല ഇട്ടത് എന്നൊക്കെ പറഞ്ഞ മേയറുടെ വാദങ്ങളെ പൊളിച്ചടുക്കിക്കൊണ്ട് വളരെ നിഷ്കുവായാണ് ഡ്രൈവർ തിരക്കഥ പൊളിച്ചടുക്കിയത്. എന്തായാലും ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഡ്രൈവറണ്ണനും കൊടുത്തു ഒരു കേസ്. അതോടെ മേയർ തേഞ്ഞു. രാത്രി കുടുംബത്തോടൊപ്പം കറങ്ങാൻ പോയ മേയർ ഒരു ഭാഗത്ത് തേഞ്ഞപ്പോൾ മറുഭാഗത്ത്
ഒരു ചായ കുടിക്കാൻ മോന്റെ വീട്ടിൽ പോയ ഒരച്ഛനാണ് തേഞ്ഞത്. ആരാണെന്നല്ലേ? നമ്മുടെ സ്വന്തം EP. അല്ല EP, നിങ്ങൾ BJP ചേരാൻ പോകുകയാണെന്ന് കേട്ടല്ലോ, അതിലെന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ? ആ വാർത്തക്ക് അധികം ആയുസില്ലെന്ന് മനസ്സിലായി. കുറച്ച് കാത്തിരിക്ക്. അപ്പോ ശോഭാ സുരേന്ദ്രനെ ഒന്നും കണ്ടിട്ടില്ലെന്നല്ലേ? ജാവേദ്കറുമായി ഒരു ചായ കുടിക്കാൻ മകന്റെ ഫ്ലാറ്റിൽ പോയിട്ടുണ്ടെന്നൊക്കെ കേട്ടല്ലോ. ഞാൻ ഇന്ന് വരെ ശോഭാ സുരേന്ദ്രനുമായിട്ട് ഒരിക്കൽ പോലും നേരിട്ട് സംസാരിച്ചിട്ടില്ല, അടുത്തു നിന്ന് കണ്ടിട്ടില്ല. എൻ്റെ മകൻ ഒരു രാഷ്ട്രീയത്തിലും ഇല്ലാത്തവനാണ്. അവനും ശോഭാ സുരേന്ദ്രനും തമ്മിൽ ഒരു പരിചയം പോലും ഉണ്ടായിരുന്നില്ല. നന്ദകുമാറാണ് ഇദ്ദേഹത്തെയും കൂട്ടി വരുന്നത്. എനിക്കറിഞ്ഞുകൂടാ. ഞാൻ ഇത് കണ്ടപ്പോൾ തന്നെ അത്ഭുതപ്പെടുകയാണ്. ഞാൻ വളരെ സന്തോഷപൂർവ്വം നമസ്കാരം പറഞ്ഞു. എന്താ വന്നു വെച്ചാൽ ഞങ്ങൾ ഇതിലേ കൂടി പോവുകയായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു, ഒന്ന് കാണാം. ഇതാണ് ഞാനുമായി അദ്ദേഹവുമായി സംസാരിച്ചിട്ടുള്ള കാര്യം. ആഹാ, അപ്പോ കണ്ടു അല്ലേ? അപ്പൊ നിങ്ങൾക്ക് BJPയിലേക്ക് ഒരു ചായ്വുണ്ടെന്ന് പറയുന്നതിൽ ഒരു സത്യം ഉണ്ടല്ലേ? അതിനൊക്കെ എന്തൊക്കെയോ ചർച്ച നടന്നു എന്നും പറയുന്നത് കേട്ടല്ലോ. ആദ്യഘട്ട ചർച്ച കഴിഞ്ഞു. രണ്ടാം ഘട്ട ചർച്ച സമയത്ത് കേരളത്തിൽ നിന്ന് പിണറായി വിജയന്റെ ഗുണ്ടകൾ ഭീഷണിപ്പെടുത്തി. സഖാവ് ജയരാജൻ ഇത്തരം കാര്യങ്ങളിൽ വേണ്ടത്ര ജാഗ്രത കാണിക്കാറില്ല എന്നത് നേരത്തെ തന്നെ ഉള്ള ഒരു അനുഭവമാണ്. കൂട്ടുപ്രതിയെ തള്ളിപ്പറഞ്ഞ് ഒന്നാം പ്രതി രക്ഷപ്പെടാൻ ശ്രമിക്കുക. എന്തായാലും പാർട്ടി സെക്രട്ടേറിയറ്റ് ഒക്കെ കൂടിയ സ്ഥിതിക്ക് ഇനി മുഖ്യന്റെ കലിപ്പ് കൂടി മുൻനിർത്തി എന്താകും തീരുമാനമെന്ന് കണ്ടു തന്നെ അറിയാം. പണ്ട് പ്രേമചന്ദ്രൻ ഒരു ചായ കുടിക്കാൻ പ്രധാനമന്ത്രിയോടൊപ്പം ഇരുന്നു എന്ന് പറഞ്ഞ് എന്തൊക്കെ പുകിലായിരുന്നു. ഇപ്പൊ സ്വന്തം പാർട്ടിയിൽ നിന്ന് ഒരാൾ BJPയിലെ, അതും പ്രമുഖ വ്യക്തിയുമായി ഒരു പ്രൈവറ്റ് മീറ്റിംഗ് നടത്തിയെന്ന് അറിഞ്ഞപ്പോൾ അതൊന്നും വലിയ കാര്യമല്ല, ആവശ്യമില്ലാത്ത വിവാദത്തിലേക്ക് പോകണ്ട എന്നൊരു ടോണാണ് നമ്മുടെ ഗോവിന്ദൻ മാഷിന്. അല്ലല്ല, അത് രണ്ടും ഒന്നാക്കണ്ട. അത് നിങ്ങളുടെ താല്പര്യമാണ്. പ്രധാനമന്ത്രി വിളിച്ചു കൂട്ടിക്കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കുന്നു. ആ ഭക്ഷണം ഭക്ഷിച്ച ആൾ കുറച്ച് കഴിയുമ്പോഴേക്ക് BJP ആയിട്ട് മാറുന്നു. അതിൽ മാറാൻ സാധ്യതയുള്ള ഒരാൾ കൂടിയാണ് പ്രേമേന്ദ്രൻ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാണ്ട് ഭക്ഷണം ചെയ്യാൻ അതിങ്ങനെ നിർദോഷമായ രീതിയിൽ ഭക്ഷണം കൊടുത്തതല്ല. അത് നേരത്തെ പറഞ്ഞത് ഇതും രണ്ടും കൂട്ടിച്ചേർക്കണ്ട. ഇനി ആരൊക്കെ പോകും, എവിടുന്നൊക്കെ പോകും എന്നൊക്കെ കണ്ടു തന്നെ അറിയണം. എന്തായാലും ജൂണിൽ ബാലറ്റ് പൊട്ടുമ്പോൾ കാണാം ഞങ്ങളുടെ വിജയമെന്ന് ഒരേ നിലപാടിൽ 3 പാർട്ടിക്കാരും ഉറച്ചു നിൽക്കുമ്പോൾ ആരെടുക്കും കപ്പെന്ന് കണ്ടു തന്നെ അറിയാം.